എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ്. അതിനു വേണ്ടിയിട്ട് ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചത് ആവശ്യത്തിന്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി കുറച്ച് നേരം വെച്ചിരിക്കുക. ഇതിനാവശ്യമായ ചേരുവകൾ: ഒരു സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് കീറിയത്, 5 പെറ്റൽ വെളുത്തുള്ളി. തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രോസൺ തേങ്ങാക്കൊത്തുകളാണ്. ഫ്രഷായിട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത്, ആവശ്യത്തിന് കറിവേപ്പില. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ട് ചൂടാക്കുക. തേങ്ങ ഒരുമാതിരി ബ്രൗണായി കളർ മാറിക്കഴിയുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഇളക്കുക. ഇത് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിക്കഴിയുമ്പോൾ അതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവോള എളുപ്പത്തിൽ വഴന്നു കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്നു കിട്ടും. അതുപോലെ തന്നെ സവോളയിലും ഇഞ്ചിയിലും തേങ്ങാക്കൊത്തിലും ഉപ്പ് പിടിക്കാനും അത് സഹായിക്കും. സവോള ഒരുമാതിരി നല്ലോണം വഴന്നു കഴിയുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സവോളയും ഇതെല്ലാം വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാരണം ഇത് വരട്ടി എടുക്കാനുള്ളതായത് കാരണം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി
ഈ മല്ലിപ്പൊടിയുടെ കൂടെ ചേർത്ത് ഇളക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായി പതുക്കെ കളർ മാറുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുക. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർക്കുന്നു. അതും ഗരം മസാല ഉള്ളവർക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. അത് ചേർത്ത് നന്നായി ഇളക്കി അത് മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളർ മാറി എണ്ണ തെളിയുന്നത് വരെ ഇളക്കുക. മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നേരത്തെ നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിക്കുക. ചിക്കൻ ഇളക്കി കൂട്ടിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. ചിക്കനിലുള്ള വെള്ളം തന്നെ കൊണ്ട് ഈ ചിക്കൻ വേവും. ചിക്കൻ പകുതി വേവായി കഴിയുമ്പോൾ, പകുതിയല്ല 1/4 വേവായി കഴിയുമ്പോൾ തുറന്ന് വയ്ക്കുക. അപ്പോൾ വെള്ളം തന്നെ വറ്റും. അവസാനമായിട്ട് അതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളകും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. Like, share, and subscribe to A to Z Home and click that notification bell to get notified when we post new videos. Bye!